VHSC വിദ്യാലയത്തിന്റെ മൂന്നാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിഷ് ആൻഡ് മീറ്റ് കുക്കറിയുടെ ഫിഷിനെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത്. ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. അതിന്റെ അസൈൻമെന്റ്സുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ ഫിഷിൽ തന്നെ ലാസ്റ്റ് പാർട്ടാണ് കട്ട്സ് ഓഫ് ഫിഷ്. ഓക്കെ, അപ്പോൾ ഫിഷിന്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫിഷ് എന്റെ കട്ട്സ്. അപ്പോൾ കട്ട്സ് എന്ന് പറഞ്ഞാൽ ഹൗ വി വിൽ കട്ട് എ ഫിഷ്. അതായത് നമ്മൾ ഓരോ ഫിഷും എങ്ങനെ കട്ട് ചെയ്യാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കട്ട്സ്. അതായത് ഫിഷ് ഉപയോഗിച്ച് നമ്മൾ കുക്കറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല പല രീതിയിലാണ് ഫിഷിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡിഷിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അനുസൃതമായി അല്ലെങ്കിൽ അതിന് യോജിക്കുന്ന രീതിയിൽ ഫിഷുകളെ നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരം ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആ ഒരു ടോപ്പിക്കിന്റെ പേരാണ് കട്ട്സ് ഓഫ് ഫിഷ്. ഓക്കെ, എത്ര രീതിയിൽ നമുക്ക് ഫിഷിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മേജറായിട്ട് അഞ്ചോ ആറോ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിഷിനെ കട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ആ കട്ട്സിനൊക്കെ ഓരോ പേരുകളും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിൽ ഓരോ കട്ടിന് ഓരോ പേരുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ പേരുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ കട്ട്സ് ഓഫ് ഫിഷിൽ ആദ്യത്തെ കട്ടിന് പറയുന്ന പേരാണ് ദ വോൾ ഫിഷ് എന്ന് പറയും. ദ വോൾ ഫിഷ്, അതായത് ഫിഷ് മുഴുവനായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് സാധാരണ വളരെ അട്രാക്റ്റീവ് ആയിട്ട് റെസ്റ്റോറന്റുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ഫുൾ ഫിഷ് നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊക്കെ കൊണ്ടുവരാറുള്ളത് അല്ലെ. അപ്പൊ അതിനെ ജസ്റ്റ് നമുക്ക് എന്താ പറയാം, വോൾ ഫിഷ് എന്ന് പറയാം. അതൊരു കട്ടിൽ വരുന്നതാണ് ആദ്യത്തെ കട്ടിൽ. ദ വോൾ ഫിഷ് കട്ട് ഇസ് എ പ്രിപ്പറേഷൻ ഓഫ് ഫിഷ് ബൈ ക്ലിയറിംഗ് ദ വേസ്റ്റ് ഇൻസൈഡ് ബൈ കീപ്പിംഗ് ഹെഡ് ആൻഡ് ടെയിൽ. ഓക്കെ, അതായത് ദ വോൾ ഫിഷ് കട്ട് പ്രിപ്പറേഷൻ ഫിഷ് ബൈ ക്ലീനിങ് വേസ്റ്റ് ഇൻസൈഡ്, അതായത് ഫിഷിനെ അതേപോലെ നിർത്തിക്കൊണ്ട് അതിന്റെ വേസ്റ്റ്, ഉള്ളിലെ വേസ്റ്റുകളെല്ലാം തന്നെ കളഞ്ഞ് ടെയിൽ എന്ന് പറഞ്ഞാൽ വാൽഭാഗവും ഹെഡ് തലഭാഗവും നിലനിർത്തിക്കൊണ്ട് ആ ഷേപ്പ് ഫിഷിന്റെ എങ്ങനെയാണോ ജീവനോടെ അതിനെ പിടിച്ചിരിക്കുന്നത് അതേ ഷേപ്പ്, അതിന്റെ രൂപത്തിൽ യാതൊരു മാറ്റവും ഇല്ലാണ്ട് കട്ട് ചെയ്തെടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയും, വോൾ ഫിഷ് കട്ട് എന്ന് പറയും. എന്താ പറയാ, വോൾ ഫിഷ് കട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ പിക്ചർ നമുക്ക് സ്ലൈഡ്സിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാവുന്നതാണ്. ഓക്കെ, സാധാരണ ചെറിയ മീൻ, ജസ്റ്റ് ലൈക്ക് കരിമീൻ പോലെയുള്ള മീനുകളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ദ വോൾ ഫിഷ് മാത്രമല്ല പല മീനുകളും, ഇപ്പോൾ പോംഫ്രെഡ് പോലെയുള്ള മീനുകളും നമ്മൾ അങ്ങനെ വോൾ കട്ട് ഫിഷ് ചെയ്യാറുണ്ട്. ചെറിയ മീനുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, തലയും വാൽഭാഗവും നിർത്തിക്കൊണ്ട് തന്നെ ഉള്ളിലെ വേസ്റ്റ് മുഴുവൻ ക്ലീൻ ചെയ്തെടുത്ത് അതേപോലെ നമുക്കത് ജസ്റ്റ് സ്ലൈഡിങ് ലൈൻസുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഇട്ടിട്ട് വരുന്നതിന് നമ്മൾ ദ വോൾ ഫിഷ് കട്ട് എന്ന് പറയാറുണ്ട്. പിക്ചർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത കട്ടിനെ നോക്കാം. ഓക്കെ, അടുത്ത കട്ടിന്റെ പേരാണ്, ഇനിയുള്ള കട്ടിന്റെ പേരാണ് ഫില്ലറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ബോൺലെസ് കട്ട് ഓഫ് ഫിഷ്. അതായത് ഫില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫില്ലറ്റ് അല്ല, സോറി, ഫിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോൺലെസ് കട്ട് ഓഫ് ഫിഷ്. ഓക്കെ, ബോൺലെസ്, അതായത് എങ്ങനെ ഡീബോൺ ചെയ്യാം ഫിഷിനെ, ഡീബോൺ ചെയ്തിട്ട്, അതായത് മുൾഭാഗം എടുത്ത് കളയുക അല്ലെങ്കിൽ ബോൺ ഭാഗം മാത്രം എടുത്ത് കളയുന്നതിനാണ് നമ്മൾ ഫിലെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിലേക്ക് 4 ഭാഗമാണുള്ളത്. ഒന്ന് ഷാറ്റൂബ്രിയൻ, അതായത് ഹെഡ് ഓഫ് ദ ഫിലെ. ഓക്കെ, ഹെഡ്, ആ ഭാഗം, ഹെഡ് ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, ഷാറ്റൂബ്രിയൻ എന്ന് പറയും. അതുപോലെ തന്നെ സ്മോൾ റൗണ്ട് പീസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇറച്ചിയിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ മാംസത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമ്മൾ ടൊർണഡോസ് എന്ന് പറയാറുണ്ട്. 3 ടെയിൽ ഭാഗം, വാൽ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, ഫിലറ്റ് മെഗ്നൻ എന്ന് പറയും, ഫിലെ മെഗ്നൻ. ഓക്കെ, ടെയിൽ ഓഫ് ദ ഫിൽ. അപ്പോൾ ഷാറ്റ്യൂബ്രിയന്റെ നമ്മൾ പറഞ്ഞ ഹെഡ് ഭാഗത്തിന്, സെന്റർ ഭാഗത്തിന് നമ്മൾ ടൊർണഡോസ് എന്ന് പറയാറുണ്ട്. ടെയിൽ ഭാഗത്തിന് നമ്മൾ എന്ത് പറയാറുണ്ട്, ഫിലറ്റ് മാഗ്നൺ. അങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഫിലെ ചെയ്യാൻ പറ്റും. ഫിലെ ചെയ്ത് കഴിഞ്ഞാൽ 3 ഭാഗം കിട്ടും. ഒന്ന് ഷാറ്റ്യൂബ്രിയന്റെ, 2 ടൊർണഡോസ്, അതുപോലെ തന്നെ 3 എന്താണ്, ഫിലറ്റ് മാഗ്നൺ. ഓക്കെ, നാലാമത്തത് അങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു ഫിഷിനെ ഇതുപോലെ കട്ട് ചെയ്യാതെ ഫില്ലേ ചെയ്തിട്ട് ഒന്നിച്ചെടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും, ഫിലറ്റ് സ്റ്റീക്ക് എന്നും പറയാറുണ്ട്. ഓക്കെ, ഒന്നിച്ച് ഒരു സ്ലൈഡ് മാത്രം, ഒരു സൈഡിന്റെ ഫിഷിന്റെ ഫ്ലഷ് മാത്രം നമ്മൾ എടുത്തു മാറ്റുന്നതിന് നമുക്ക് എന്ത് പറയും, ഫിലറ്റ് സ്റ്റീക്ക് എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ ഫില്ലറ്റ് എന്ന് പറയാറുണ്ട്. പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഷാറ്റ്യൂബ്രിയൻ, ഹെഡ് ഓഫ് ദ ഫിലറ്റ്. ടൊർണഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുഭാഗത്തിലെ സ്മോൾ റൗണ്ട് പീസ് നമുക്ക് അതിന് എടുക്കാൻ പറ്റും. ഫിലറ്റ് മാഗ്നൺ എന്ന് പറഞ്ഞാൽ ടെയിൽ ഓഫ് ദ ഫിഷ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫില്ലയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കട്ടിലേക്ക് നമുക്ക് പോകാം. അടുത്ത കട്ടുകളിലേക്ക് നോക്കാം. ഓക്കെ, മേജറായിട്ട് കൂടാണ്ട് 3 ഇമ്പോർട്ടന്റ് കട്ടുകൾ വേറെ വരുന്നുണ്ട്. അതിലാണ് ഒന്നാണ് സുപ്രീമേ. Okay, supreme എന്ന് പറഞ്ഞാൽ two fillet joined together. Okay,
രണ്ട് ഫില്ലറ്റ് ജോയിൻ ടുഗെദർ ചെയ്ത കട്ടിന് നമ്മൾ എന്ത് പറയും? സുപ്രീമേ എന്ന് പറയാറുണ്ട്. അതിന്റെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. നമ്മൾ സാധാരണ കാണുന്ന കട്ടുകളൊക്കെ തന്നെയാണത്. ഓക്കെ, അടുത്തതാണ് ട്രോൺകോൺ. ട്രോൺകോൺ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കട്ടാണ്. ഓക്കെ, വെർട്ടിക്കൽ കട്ട് ഓഫ് ദ ഫിഷ് വിത്ത് എ ബോൺ, അതായത് വിത്ത് ബോണിൽ വെർട്ടിക്കൽ കട്ട്. അതുപോലെ തന്നെ സുപ്രീം ഓവൽ ഷേപ്പ് ആണെങ്കിൽ ഇത് വെർട്ടിക്കൽ ഷേപ്പ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ട്രോൺകോൺ ഒക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കട്ടുകളാണ്. നിങ്ങൾക്ക് പിക്ചർ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ കാര്യമില്ല. പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വെർട്ടിക്കൽ കട്ടാണ്. ഫിഷ് മാറുമ്പോൾ റൗണ്ട് ഫിഷ് ആണ് സാധാരണ സുപ്രീം കട്ട് വരികയാണെങ്കിൽ ട്രോൺകോൺ മിക്കവാറും ഫ്ലാറ്റ് ഫിഷിനായിരിക്കും അതിനും സാധാരണ വരാറ് കേട്ടോ. അതാണ് ട്രോൺകോൺ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ കട്ടാണ്. സുപ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓവൽ ഷേപ്പിലുള്ള റൗണ്ട് കട്ടാണ്. ഓക്കെ, ടു ഫില്ലറ്റ് ജോയിൻ ടുഗെദർ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്? ഡാർനെ. ഡാർനെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെർട്ടിക്കൽ കട്ട് ഓഫ് റൗണ്ട് ഫിഷ് വിത്ത് എ ബോൺ. ഓക്കെ, വെർട്ടിക്കൽ കട്ട് ഓഫ് എ റൗണ്ട് ഫിഷ്. ഓക്കെ, വെർട്ടിക്കൽ കട്ടാണ് റൗണ്ട് ഫിഷ്. അപ്പോൾ വെർട്ടിക്കൽ കട്ട് ഓഫ് എ ഫ്ലാറ്റ് ഫിഷ് ട്രോൺകോൺ ആണ്. വെർട്ടിക്കൽ കട്ട് ഓഫ് എ റൗണ്ട് ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? ഡാർനെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ജോയിന്റ്സ് ഉണ്ടായിരിക്കും, കൂടത്തില്ല. ട്രോൺകോൺ രണ്ട് സൈഡും ഇതുപോലെ വെർട്ടിക്കൽ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്? ഈ ഭാഗം മാത്രം നമുക്ക് എന്താ പറയില്ല, ജോയിൻ ചെയ്യത്തില്ല കേട്ടോ. നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ മതി. അതിന്റെ ഇതാണ് ഡാർനെ. ഓക്കെ, പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കട്ട്സ് ഏതൊക്കെയെന്ന് പഠിക്കുക കേട്ടോ. ഓരോ ഫിഷിനും ഓരോ പോലെയാണ് കട്ട് വരുന്നത്. അടുത്ത നോക്കാം നമുക്ക്. അടുത്താണ് ഗുജോൺ. ഗുജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലറ്റ് ഓഫ് എ ഫ്ലാറ്റ് ഫിഷ് കട്ട് ഇൻ ടു ലോങ് സ്ട്രിപ്പ്. ഫ്ലാറ്റ് ഫിഷ് ആണ് നമ്മൾ സാധാരണ ഗുജോൺ കട്ട് ചെയ്യാറ്. അതിന് നമ്മൾ എന്ത് ചെയ്യാം? ലോങ് സ്ട്രിപ്പ് ആയിട്ട്, അതായത് നേരെ, ജൂലിയൻ കട്ട്സ് എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ നേരെ നീളത്തിൽ നമ്മൾ അരിയുന്നതിനെയാണ് പറയുന്നത് ലോങ് സ്ട്രിപ്പ് ആയിട്ട്, അതായത് നീളത്തിലുള്ള പീസുകളാക്കിയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുജോൺ എന്ന് പറയുന്നത്. എന്താ പറയാ? ഗുജോൺ. ഗുജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലറ്റ് ഓഫ് എ ഫ്ലാറ്റ് ഫിഷ്. അതായത് ഫിഷ് ഫിംഗർ എന്ന് പറഞ്ഞ ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. ബോൺലെസ് ആയിരിക്കും, ഫ്ലാറ്റ് ഫിഷ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് നമ്മൾ ഗുജോൺ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിലൈസ്. ഡിലൈസ് എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ ഗുജോൺ, ഡിലൈസ്, റുബാനെ, അങ്ങനെയാണ് അടുത്ത മൂന്നെണ്ണം വരുന്നത്. ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞത് ട്രോൺകോണും പിന്നെ ഇതൊക്കെയാണ് ഡാർനെ, അതുപോലെ തന്നെ സുപ്രീമെ. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന, നമ്മുടെ സ്റ്റൈലിൽ കണ്ടുവരുന്ന, നമ്മുടെ ഒരു കുക്കറിയിലൊക്കെ കണ്ടുവരുന്ന സാധനങ്ങളാണെങ്കിൽ ഗുജോൺ, ഡിലൈസ്, റുബാനെ എന്ന് പറഞ്ഞത് കോണ്ടി ഫുഡ് സ്റ്റൈലിലെ കട്ടിംഗ് ആണ്. ചൈനീസ് കോണ്ടിയിലൊക്കെയാണ് ഈ മൂന്ന് കട്ടിംഗ് വരുന്നത്. അതിൽ ഗുജോൺ നമ്മൾ പറഞ്ഞു ലോങ് സ്ട്രിപ്പ് ആണ്. ഡിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ്ലി ഫോൾഡഡ് ഫിലെ, അതായത് നമ്മൾ ഫിലെ എന്ന് പറഞ്ഞാൽ ഫിലെ സ്റ്റീക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാം? സ്മോൾ ഫിഷിന്റെ, അതായത് നീറ്റ്ലി ഫോൾഡ് ഫിലെ, അത് ചെറിയ ഫിഷിന്റെ ഫിലെ മാത്രം, അതായത് മാംസം മാത്രം എടുത്ത് ഫോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഡിലൈസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ചെറിയ മീനിന്റെ എന്ത് ചെയ്യാം? മാംസം മാത്രം എടുത്ത് അത് ഫോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? സ്ട്രിപ്പ്, ലോങ് സ്ട്രിപ്പ് ആയിട്ട് നമ്മൾ റിബൺ പോലെ നമ്മൾ അതിനെ ഡെക്കറേറ്റ് ചെയ്തതിനാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ കട്ട് ചെയ്തെടുത്ത് ഡിഷുകൾ ഉണ്ടാക്കാൻ വേണ്ടി റിബൺ പോലെ നമ്മൾ കിട്ടുന്നതിനെയാണ് നമ്മൾ റുബാനെ എന്ന് പറയാറ്. ഇത് മൂന്നും, ഈ പറഞ്ഞ ഗുജോൺ, ഡിലൈസ്, റുബാനെ, ഇത് മൂന്നും നമുക്ക് എന്താണ്? യൂറോപ്യൻ അല്ലെങ്കിൽ ചൈനീസ് കോണ്ടിയിൽ നമുക്ക്, ചൈനീസ് അല്ലെങ്കിൽ കോണ്ടിനെന്റൽ കുസീനിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കട്ട്സിൽ പറയാനുള്ളത്. അപ്പൊ കട്ട്സുകൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ആദ്യത്തെ വരുന്നത് നിങ്ങൾ സ്ലൈഡ് നോക്കുക കേട്ടോ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്, ആദ്യത്തെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾഫിഷ് ആണ്. വോൾഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോൾഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഫിഷും അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ കട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്? കട്ട്സ് ഓഫ് ഫിഷ്, വോൾഫിഷ് കട്ട് എന്ന് പറയാറുണ്ട്. അടുത്തത് ഫിലെ ആണ്. ഫില്ലറ്റ് അല്ല, ഫിലെ എന്നാണ് പറയാറ് നമ്മൾ. അത് ബോൺലെസ് കട്ടാണ് ഫിഷിന്റെ കേട്ടോ. അതിന് മൂന്ന് ഭാഗങ്ങളാണ്. ഒന്ന് ഷാറ്റ്യൂബ്രിയാണ്ട്, ഹെഡ് ഓഫ് ഫിലറ്റ്, രണ്ടാമത്തത് ടൊർണഡോസ്, മൂന്നാമത്തത് ഫിലറ്റ് മെഗ്നോൺ, അതായത് ടെയിൽ ഓഫ് ദ ഫിലറ്റ്, നാലാമത്തത് ഒരു ഫിലറ്റ് സ്റ്റീക്ക് ആണ് കാണിക്കുക. അതായത് ഈ ഒരു സ്റ്റീക്കിനെ ഒന്നിച്ചെടുക്കുന്നതിന് നമ്മൾ ഫിലറ്റ് സ്റ്റീക്ക് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനിയുള്ള 6 കട്ടുകളാണ് നമ്മൾ പഠിച്ചത്. അതിൽ ആദ്യത്തെ 3 നമ്മുടെ ഒരു ഇന്ത്യൻ കുക്കറിയിലൊക്കെ നമുക്ക് കാണാവുന്ന സംഗതികളാണ്. ഒന്ന് സുപ്രീമെ, 2 ഫില്ലറ്റ് ജോയിൻ ടുഗെദർ, അടുത്ത ട്രോൺകോൺ, വെർട്ടിക്കൽ കട്ട് ഓഫ് ഫ്ലാറ്റ് ഫിഷ് വിത്ത് എ ബോൺ, ആൻഡ് മൂന്നാമത്തെ ഡാർനെ, that is vertical cut of a round fish with a bone. Okay. And അടുത്ത 3 അതായത് ഗുജോൺ, that is a fillet of flat fish cut into long strip, delice, neatly folded fillet of a small fish, and rubane, that is ribbon size കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ അവസാനം പറഞ്ഞ 3 യൂറോപ്യൻ കോണ്ടി,
ചൈനീസിൽ കാണുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ 3 അതായത് സുപ്രീം, ട്രോൺകോൺ, അതുപോലെ തന്നെ ഡാർണെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ കുക്കറിയിൽ നമുക്ക് വളരെ കേരളത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ കട്ട്സ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കട്ട്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് കുക്കറിയാണ്. അപ്പോൾ ഫിഷ് കുക്കറി, അതായത് നമ്മൾ ഫിഷ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഫിഷ് കുക്കറിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിഷ് കുക്കറി എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ അതിൽ മെൻഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ കണക്കാക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ 4 പോയിന്റുകളാണ് മേജറായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്ന ആദ്യത്തെ പറഞ്ഞ പോയിന്റ്, flesh of a fish is very delicate, therefore a great care must be taken to prevent the flesh from the breaking down during cooking. അതായത് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാംസം, എന്തിന്റെ മാംസം, അതായത് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഇറച്ചി അല്ലെങ്കിൽ മാംസം, അതായത് മീനിന്റെ അല്ലെങ്കിൽ മത്സ്യത്തിന്റെ മാംസം വളരെ ഡെലിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ്. ഓക്കെ, അത്ര നമ്മുടെ മറ്റ് മീറ്റ് പോലെ അത്ര ഹാർഡല്ല ഫിഷിന്റെ ഫ്ലഷ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കട്ട് ചെയ്തിട്ടാൽ നമ്മൾ കെയർലെസ് ആയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് വളരെയധികം കെയർ ചെയ്യണം. ഓക്കെ, ഇപ്പം ഗ്രേവി ആണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും വി ഹാവ് ടു ടേക്ക് കെയർ. അത് ഫിഷ് ഉടഞ്ഞു പോകാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ഫിഷ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ്. വെരി ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സോഫ്റ്റ് ആണ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഫ്ലഷ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതലിട്ട് ലാഡിലിട്ട് ഉപയോഗിച്ച് ഇളക്കൊക്കെ ആണെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്, ബ്രേക്ക് ഡൗൺ ആവും. സോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കെയർ എടുക്കുക, കൂടുതൽ ഫിഷ് മിക്സ് ആവാത്ത രീതിയിൽ, അതായത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മിക്സ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, the liquid should at a simmering point when fish is added. Methods of cooking like steaming, grilling, frying, poaching, baking can be applied. അതായത് നമ്മൾ ഏതൊരു ലിക്വിഡിലേക്കാണോ ഫിഷിനെ ആഡ് ചെയ്യുന്നത് കേട്ടോ, ആ ലിക്വിഡ് എന്ത് ചെയ്യണം, എപ്പോഴും ഫിഷ് ആഡ് ചെയ്യുന്ന പോലെ സിമ്മറിംഗ് ആയിരിക്കണം. സിമ്മറിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഗ്യാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഓൺ ഓഫ്, പിന്നെ വേറെ ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും, എന്താണ്, സിം കേട്ടോ. ഒന്ന് ഓൺ ചെയ്യാനുള്ളതും, അതായത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓണാവും, അത് മാക്സിമത്തിൽ നിൽക്കും. പിന്നെ സിമ്മറിൽ ഉണ്ടാവും. സിമ്മർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ചൂടിൽ ആ വെള്ളം തിളപ്പിക്കുന്നതിനെയാണ് നമ്മൾ സിമ്മറിംഗ് എന്ന് പറയുന്നത്. ആ ചെറിയ ചൂടിൽ കുക്ക് ചെയ്യുന്നതിന് സിമ്മറിംഗ് എന്ന് പറയും. അപ്പൊ അവിടെ ഫിഷിന്റെ കാര്യത്തിൽ എന്താണ്, ഫിഷ് നമ്മൾ ഒരു ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ ആ ലിക്വിഡ് എപ്പോഴും സിമ്മറിംഗ് പോയിന്റിലായിരിക്കണം ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് സ്റ്റീമിംഗ്, ഗ്രില്ലിംഗ്, ഫ്രൈയിങ്, പോച്ചിങ്, ബേക്കിംഗ് പോലെയുള്ള എന്തുപയോഗിക്കാൻ പറ്റും, സ്റ്റീമിംഗ്, ഗ്രില്ലിംഗ്, ഫ്രൈയിങ്, പോച്ചിങ് പോലെയുള്ള മെത്തേഡുകൾ നമുക്ക് ഫിഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ബേക്കിംഗ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ആ മെത്തേഡുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിഷ് കുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്, ടൈം ടേക്കൺ ഫോർ കുക്കിംഗ് ഈസ് വെരി ലെസ്. ഓക്കെ, ടൈം ടേക്കൺ ഫോർ ദ കുക്കിംഗ് ഈസ് വെരി ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് സമയം വളരെ കുറച്ച് മതി കുക്ക് ചെയ്യാൻ. അത് വേവ് കുറവാണെന്ന് അർത്ഥം. ഓക്കെ, വേവ് വളരെ കുറവാണ്. അതായത് ഫിഷ് നമ്മൾ എന്ത് ചെയ്യണം, കുക്ക് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കുക്കാവും. മറ്റ് മീറ്റ് പോലെ ഒരുപാട് സമയം എടുക്കത്തില്ല, പെട്ടെന്ന് കുക്കാവും കേട്ടോ. അതാണ് 3ാമത്തെ പോയിന്റ്. ഓക്കെ, സോ വി ഹാവ് ടു ടേക്ക് കെയർ. നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫിഷ് പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. നമ്മൾ ആദ്യം മുകളിൽ പറഞ്ഞ പോലിലേക്ക് പോകും. വേവ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ ഇപ്പോൾ ഗ്രേവി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനമാണ് നമ്മൾ ഫിഷ് ചേർക്കാവും. ഒരുപാട് നേരം ഫിഷ് ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ വേവ് കുറവാന്നുള്ളതാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, the flesh is generally boiled in cod bouillon. Okay, this is salt, water, milk, lemon juice, thyme, pepper, parsley, bay leaf, carrot and onion. അതായത് ഇതൊരു യൂറോപ്യൻ കൺസെപ്റ്റ് ആണ്. The fish is generally boiled in cod bouillon. അത് സാധാരണ നമ്മൾ യൂറോപ്യൻ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ കോണ്ടിനെന്റൽ കുസീനിൽ നമ്മൾ കാണാവുന്നതാണ്. കോഡ് ബില്യൺ എന്ന് പറഞ്ഞൊരു ലിക്വിഡിലാണ് നമ്മൾ ഫിഷ് സാധാരണ ബോയിൽ ചെയ്യാറ് കേട്ടോ. അത് അതിന്റെ സത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ എന്തൊക്കെ ആഡ് ചെയ്യാറുണ്ട്, സാൾട്ട് ചേർക്കാറുണ്ട്, വാട്ടർ, മിൽക്ക്, ലെമൺ ജ്യൂസ്, തൈം, പെപ്പർകോൺ, പാസ്ലി, ബേ ലീഫ്, ക്യാരറ്റ് ആൻഡ് ഓണിയൻ. ഇത്രയും ഇട്ട് ഉള്ള വെള്ളത്തിന്, ആ ലിക്വിഡിനെയാണ് നമ്മൾ കോഡ് ബില്യൺ എന്ന് പറയുന്നത്. സാധാരണ യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ ആ ഒരു ഫിഷ് അതിലാണ് നമ്മൾ സാധാരണ കുക്ക് ചെയ്യാറ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ കൺസെപ്റ്റ് അല്ല, യൂറോപ്യൻ കൺസെപ്റ്റ് ആണ്, കോണ്ടി കൺസെപ്റ്റ് ആണ് കേട്ടോ. 4ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് നോക്കാം, ഒന്നുകൂടി നോക്കാം, നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം പറയുന്ന പോയിന്റ് ആണ് എന്താണ്, ഫ്ലഷ് ഓഫ് എ ഫിഷ് ഇസ് വെരി ഡെലിക്കേറ്റ്, therefore care must be taken to prevent the flesh from the breaking down during കുക്കിംഗ്. അതായത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വളരെ ഡെലിക്കേറ്റ് ആണ് ഫിഷിന്റെ ഫ്ലഷ്. അതുകൊണ്ട് തന്നെ വളരെ ഹാൻഡിൽ കെയർ ചെയ്യണം, അല്ലെങ്കിൽ കെയർ വിത്ത്
പ്രോപ്പർ ഹാൻഡ്ലിങ്, അതായത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഫിഷ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് ലിക്വിഡ് ഷുഡ് ബി സിമ്മറിംഗ് പോയിന്റ്. സിമ്മറിംഗ് പോയിന്റ് ഉദ്ദേശിക്കുന്നത് ചെറിയ ചൂടിൽ തിളപ്പിച്ച വെള്ളത്തിലേക്ക് വേണം ഫിഷ് ഇടാൻ. മീൻസ് ലിക്വിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെറും വെള്ളമല്ല. നമ്മളിപ്പോൾ ഗ്രേവി ഉണ്ടാക്കുകയാണെങ്കിലും ഫിഷ് ഇടുന്ന നേരത്ത്, അല്ലെങ്കിൽ ഫിഷ് എപ്പോഴാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് സിമ്മറിംഗ് പോയിന്റിലായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഫിഷ് സിമ്മറിംഗ് അല്ലാത്ത മറ്റ് മെത്തേഡുകളാണ് സ്റ്റീമിങ്, ഗ്രില്ലിംഗ്, ഫ്രൈയിങ്, പോച്ചിങ്, ബേക്കിംഗ് തുടങ്ങിയ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിഷിനെ ഉപയോഗിച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് എന്താണ്, ഫിഷ് കുക്കിംഗ് ടൈം വളരെ കുറച്ച് മതി. ഏത് ഫിഷ് ആണെങ്കിലും വളരെ പെട്ടെന്ന് കുക്ക് ആകുന്നത് കൊണ്ട് ഫിഷിന്റെ കുക്കിംഗ് ടൈം വളരെ കുറച്ച് മതി എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് യൂറോപ്യൻ കൺസെപ്റ്റ് ആണ്. ദ ഫിഷ് ഇസ് ജനറലി ബോയിൽഡ് ഇൻ കോട്ട് ബില്ലിയാണ്. ഓക്കെ, അതിന്റെ സത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾ, സാൾട്ട്, വാട്ടർ, മിൽക്ക് പോലെയുള്ള സാധനത്തിൽ ഒരു കോട്ട് ബില്ലിയോ എന്ന് പറഞ്ഞ ലിക്വിഡിലാണ് സാധാരണ ഫിഷ് ബോയിൽ ചെയ്യാറ് കേട്ടോ. അപ്പൊ അതിൽ എന്തൊക്കെയാണ് കോട്ട് ബില്ലിയോണിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാൾട്ട്, വാട്ടർ, മിൽക്ക്, ലെമൺ ജ്യൂസ്, തൈം, പെപ്പർകോൺ, പാസ്ലി, ബേ ലീഫ്, ക്യാരറ്റ് ആൻഡ് ഒണിയൻ. ഇതിൽ സാൾട്ട് അറിയാം, വാട്ടർ അറിയാം. വാട്ടർ സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ്, വാട്ടർ വെള്ളം, മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പാല്, ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാരങ്ങയുടെ നീര്, തൈമ്, അതുപോലെ തന്നെ പാസ്ലി ഒക്കെ എന്താണ് ഹെർബ്സ് ആണ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങളാണ്. പെപ്പർകോൺ എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. ബേ ലീഫ് എന്ന് പറഞ്ഞാൽ ബേ ലീഫ് ബിരിയാണി ഇല അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ ബേ ലീഫ്. ക്യാരറ്റും ഒണിയൻ നിങ്ങൾക്ക് അറിയാം, ക്യാരറ്റ്, ഒണിയൻ, ഉള്ളി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിന് കോട്ട് ബില്ലിയോ എന്ന് പറയാറുണ്ട്. സാധാരണ ഫിഷ് കുക്ക് ചെയ്യുന്നതിലാണ്, എവിടെ കോണ്ടി സ്റ്റൈൽ കേട്ടോ. ഇത്രയും പോയിന്റ്സ് ആണ് ഫിഷ് കുക്കറിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ അടുത്തതാണ് എന്ത്, ഇപ്പൊ ഫിഷ് കുക്കറിയുടെ ഏകദേശം നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഫിഷ് കുക്കറിയിൽ, ആൾമോസ്റ്റ് ഹൗ വി ക്ലാസിഫൈ ദ ഫിഷ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. 2 രീതിയിലാണൊക്കെ പഠിച്ചു. എങ്ങനത്തെ തരങ്ങളുണ്ട്, എങ്ങനെയാണ് ഫിഷ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫിഷ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഷെൽ ഫിഷ് ആണെങ്കിലും ഫിൻ ഫിഷ് ആണെങ്കിലും എന്തൊക്കെ പോയിന്റ്സുകളാണ് നമ്മൾ അതിൽ കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് കട്ട്സ്. അപ്പൊ പല രീതിയിൽ ഫിഷുകൾ എങ്ങനെ കട്ട് ചെയ്യാം, അതിന്റെ പേരുകൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ഇനി അപ്പൊ ഫിഷ് എന്ന് പറഞ്ഞ ഫിഷ് ആൻഡ് മീറ്റ് കുക്കറി എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അതിൽ ഫിഷ് ഇപ്പൊ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ദെൻ വിൽ കം ടു മീറ്റ്. അപ്പൊ മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും അറിയാം അല്ലെ. മീറ്റ് എന്ന് പറഞ്ഞാൽ മാംസം അല്ലെ. അപ്പൊ മത്സ്യം കഴിഞ്ഞു മാംസം. അപ്പൊ മീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷിന് ഒരു എന്താ പറയാ, കറക്റ്റ് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും അല്ലെ, ഏതൊക്കെ തരത്തിലുണ്ടെന്ന്. പക്ഷെ മീറ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാ മീറ്റും എല്ലായിടത്തും കഴിക്കുന്നതാണ്. എല്ലാ മീറ്റും പല സ്ഥലങ്ങളിലും പല മീറ്റുകൾ കഴിക്കും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള മീറ്റിനെ വരെ പല രാജ്യങ്ങളിലും കഴിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ സുപരിചിതമായിട്ടുള്ള മീറ്റുകൾ മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ കേട്ടോ. അതിൽ വരുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള 3-4 മീറ്റുകൾ മാത്രമേ, എസ്പെഷ്യലി ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന 3-4 മീറ്റുകൾ മാത്രമേ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. അതിൽ ആദ്യത്തെ വണ്ണാണ് മട്ടൻ, ഓക്കെ, ബീഫ്, ലാംബ്, പോർക്ക്. ഓക്കെ, ഈ 3 നമ്മൾ മട്ടൻ, ബീഫ്, ലാംബ്, പോർക്ക്. ഓക്കെ, അപ്പൊ മട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിറച്ചിയാണ്. ഓക്കെ, ബീഫ് എന്ന് പറഞ്ഞാൽ എരുമയോ പോത്തോ അതിനൊക്കെ നമ്മൾ ഈ ബീഫ് എന്ന് പറയും. കാള, പശു ഇതൊക്കെ ബീഫിൽ വരും. ലാംബ് എന്ന് പറഞ്ഞാൽ ചെറിയ ആട്ടിൻ കുട്ടിയുടെ ഇറച്ചിക്കാണ് ലാംബ് എന്ന് പറയുന്നത്. പോർക്ക് എന്ന് പറഞ്ഞാൽ പന്നി, പിഗിന്റെ ഇറച്ചിക്കാണ് നമ്മൾ എന്താ പറയുന്നത് പോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്ന് മട്ടൻ, ഒന്ന് ബീഫ്, പോർക്ക്. പിന്നെ ഉള്ളതാണ് എന്താണ് പോൾട്രി, അതായതുള്ള പോൾട്രി. അത് മീറ്റിൽ വരത്തില്ല, അതുകൊണ്ടാണ് അതിൽ പറയാതെ ചിക്കൻ അല്ലെ. നമ്മൾ ഏവർക്കും സുപരിചിതമായിട്ട് ചിക്കൻ എന്ന് പറഞ്ഞ കുക്കറി അല്ലെങ്കിൽ മീറ്റ് വരുന്നത് ശരിക്കും മീറ്റ് അല്ലാതെ ശരിക്കും പോൾട്രി എന്ന് പറഞ്ഞ ഹെഡിങ്ങിലാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് കോഴി, താറാവ്, അതുപോലെ തന്നെ ഹെൻ പോലെയുള്ള ആ ഒരു വർഗത്തിൽപ്പെട്ട എല്ലാം, കാട ഒക്കെ എവിടെയാണ് വരുന്നത്, പോൾട്രിയിലാണ് പഠിക്കുന്നത്. മീറ്റിലല്ല വരുന്നത്, പോൾട്രിയിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് മീറ്റ് നോക്കാം. മീറ്റിൽ 3 നമുക്ക് മേജറായിട്ട് പഠിക്കാനുള്ള, മട്ടൺ, ബീഫ് ആൻഡ് ലാംബ്, പോർക്ക്. അതാണ് ലാംബും മട്ടനും ഒന്ന് തന്നെയാണ്. മട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വളർന്ന ആടിനെ പറയുന്നു, ലാംബ് എന്ന് പറഞ്ഞാൽ ചെറുതിനെ പറയുന്നു. അത്ര വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ മട്ടൻ, ബീഫ് ആൻഡ് പോർക്ക് ഈ 3 നമ്മൾ കവർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പോൾട്രിയിലൂടെ വരാം, ചിക്കനിലേക്ക് വരാം. ചിക്കൻ അത് അനുബന്ധപ്പെട്ട ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പോൾട്രിയിൽ വരുന്ന എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഫസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കട്ട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, നമുക്ക് പഠിക്കാനൊന്നുമില്ല. കട്ട്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട്സിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം
ലാർജ് അനിമൽസ് ആയതുകൊണ്ട് തന്നെ കട്ട്സ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മട്ടൺ ഓർ ലാമ്പിന് ഒരു കട്ടായിരിക്കും, പോർക്കിന് ഒരു തരത്തിലുള്ള കട്ടായിരിക്കും, അതുപോലെ തന്നെ ബീഫ് അല്ലെങ്കിൽ ബീഫിന് ഒരു കട്ടായിരിക്കും. പോൾട്രി, അതായത് പോൾട്രിയിലേക്ക് നമ്മൾ വരുമ്പോൾ ചിക്കൻ കട്ട്സ് ആയിരിക്കും. അപ്പൊ ഈ കട്ട്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ പേരുകൾ അറിഞ്ഞിരിക്കണം. അത് ഏത് ഭാഗത്തു നിന്ന് എടുക്കുന്ന മാംസത്തിനാണ് നമ്മൾ കട്ട് പറയുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഫിഷിന്റെ നമ്മൾ അങ്ങനെ പഠിച്ചു. നമ്മൾ ഫിഷിന്റെ ഇപ്പോൾ ഏത് ഭാഗത്ത് നിന്ന് എടുക്കുന്ന മീറ്റിന് നമ്മൾ എന്ത് പറയും. അതുപോലെ തന്നെ ഓരോ ടൈപ്പിലാണെങ്കിൽ ഓക്കെ, ഒരു ടൈപ്പ് സ്റ്റൈലുകൾക്കാണ് നമ്മൾ അവിടെ പഠിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓരോ ഭാഗങ്ങൾക്കാണ്. ചിലതൊക്കെ ഒരേ പേര് തന്നെ ആയിരിക്കും, മട്ടനും ബീഫിനും അതുപോലെ തന്നെ പോർക്കൊക്കെ ചിലപ്പോൾ ചില ഭാഗങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് പറയാറ് കേട്ടോ. ചിലത് വ്യത്യാസം ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും നമുക്ക് പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കട്ട്സ് ഓഫ് മട്ടൺ, കട്ട്സ് ഓഫ് ബീഫ്, കട്ട്സ് ഓഫ് പോർക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കട്ട്സ് പഠിക്കാം, മട്ടന്റെ കട്ട്സ് പഠിക്കാം. ഓക്കെ, നമുക്ക് 8 കട്ടാണ് ഉള്ളത്. മട്ടൻ എത്രയാണ്? 8 കട്ടാണുള്ളത്. ഓക്കെ, ഞാൻ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, പേരുകൾ പറഞ്ഞ് പഠിക്കാം. ഓക്കെ, സ്കാർഗൻഡ്, ആദ്യം പേരുകളൊന്ന് പഠിക്കാം. എല്ലാവരും പ്രൊണൗൺസ് ചെയ്യുക, കൂടെ എഴുതിയെടുക്കുക. ഞാൻ ഈ പ്രൊണൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചു വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിൽ എഴുതി വെക്കുക. ഓക്കെ, സ്കാർഗൻഡ്. ഓക്കെ, മിഡിൽ നെക്ക്. 3 ഷോൾഡർ. 4 ബെസ്റ്റ് ആൻഡ് നെക്ക്. 5 ലോയിൻ. 6 ചമ്പ്. 7 ലെഗ്. 8 ബ്രസ്റ്റ്. അങ്ങനെ 8 കട്ട്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ പിക്ചറിലേക്ക് ശ്രദ്ധിക്കുക. പിക്ചറിലേക്ക് നോക്കിയിട്ട് പഠിക്കാം. അതിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിക്ചർ ശ്രദ്ധിക്കും. ഓക്കെ, ആദ്യത്തെ കട്ടാണ് സ്കാഗൻ. സ്കാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലഭാഗത്ത്, നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും, തലഭാഗത്ത് ആദ്യത്തെ വരുന്ന യെല്ലോ കളറിൽ കാണുന്നതിനാണ് നമ്മൾ സ്കാഗൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ഭാഗത്ത് നിന്ന് എടുക്കുന്ന കട്ടിനാണ് നമ്മൾ സ്കാഗൻ, അല്ലെങ്കിൽ ആ ഭാഗത്ത് മാംസത്തിനാണ് നമ്മൾ സ്കാഗൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത തൊട്ട് താഴെ റെഡ് കളറിൽ കാണുന്ന അല്ലെങ്കിൽ ഷേപ്പിൽ ആ ഭാഗത്ത് കാണുന്നതിനാണ് മിഡിൽ നെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മിഡിൽ നെക്ക് എന്ന് പറയുന്നത് മൂന്നാമത്തത് കാൽഭാഗത്തിനാണ്. ഫ്രണ്ടിലെ കാൽഭാഗത്തിൽ ഏകദേശം ഒരു വയലറ്റ് അല്ല, ഒരു വയലറ്റ് കളറിൽ കാണുന്നതിന് നമ്മൾ ഷോൾഡർ എന്ന് പറയാറുണ്ട്. അവിടെ നിന്ന് എടുക്കുന്ന പീസിന് അല്ലെങ്കിൽ ആ ഭാഗത്തിന് നമ്മൾ ഷോൾഡർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി തൊട്ട് മുകളിലേക്ക് വരികയാണെങ്കിൽ നാലാമത്തെ ബെസ്റ്റ് എൻഡ് നെക്ക്, അതായത് മിഡിൽ നെക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ബെസ്റ്റ് എൻഡ് നെക്ക് എന്ന് പറയാറുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ ഭാഗം അല്ലെങ്കിൽ കുറച്ച് വലിയ കട്ടായിട്ട് നമുക്ക് പച്ച കളറിൽ കാണുന്നത് നമ്മൾ ലോയൻ എന്ന് പറയാറുണ്ട്. എന്താണ് ലോയൻ? ഓക്കെ, ഇനി ആറാമത്തേന് തൊട്ട് അപ്പുറത്ത് ഉള്ള ഒരു പിങ്ക് കളറിലുള്ള നമ്മൾ ചമ്പ് എന്ന് പറയുന്നത്. ആ ഭാഗത്തുള്ള മീറ്റിന് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള കട്ടിന് നമ്മൾ എന്ത് പറയും? ചമ്പ് എന്ന് പറയാറുണ്ട്. പുറകിലെ ലെഗ്സിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ലെഗ്. ഓക്കെ, പുറകിൽ. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഷോൾഡർ എന്ന് പറയുകയാണെങ്കിൽ പുറകിൽ നമ്മൾ എന്ത് പറയും? ലെഗ് എന്ന് പറയാറുണ്ട്. ആൾമോസ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ നമ്മൾ കൊടുത്തതാണ്. ഓക്കെ, ലെഗ്. ആൻഡ് എട്ടാമത്തെ പീസ് വയറിന്റെ ഭാഗമാണ് ബ്രസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അടിഭാഗത്ത് നമുക്ക് ഡാർക്ക് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബ്രസ്റ്റ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ അറിയണം കേട്ടോ. എപ്പോഴും ഡ്രോ ചെയ്ത് മാർക്ക് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം ഈ സംഗതികളെല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ കട്ട്സ് ഓഫ് മട്ടൺ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പഠിക്കുന്ന അടുത്ത പോയിന്റാണ് മട്ടൺ എങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഹൗ വി പർച്ചേസ് ടൈം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സൈൻ ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് മട്ടൺ ഓർ ലാമ്പ്. മട്ടൺ ആണെങ്കിലും ലാമ്പ് ആണെങ്കിലും ഗുഡ് ക്വാളിറ്റി മട്ടൺ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്. 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്ന്, ഗുഡ് ക്വാളിറ്റി അനിമൽ ഷുഡ് ബി കോമ്പാക്ട് ആൻഡ് ഈവൻലി ഫ്രഷ്. നല്ല ക്വാളിറ്റി അനിമൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി മട്ടൺ ലാമ്പ് ആണെങ്കിൽ ഒത്തിരി തടി ഉണ്ടാവത്തില്ല. ഷുഡ് ബി കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം തടി ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ മെലിഞ്ഞതായിരിക്കും നല്ലതെന്ന് അർത്ഥം. ഒത്തിരി മെലിഞ്ഞതല്ല, ഒരുപാട് തടിയുള്ളത് അല്ല, എന്നാൽ കുറച്ച് മീഡിയം ആയിട്ടുള്ള സൈസിനാണ് കോമ്പാക്ട് എന്ന് പറയുന്നത്. ഈവൻലി ഫ്രഷ്, അതായത് എല്ലാ ഭാഗത്തേക്കും മാംസം എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള ഒരു ആട് അല്ലെങ്കിൽ ആട്ടിൻകുട്ടി. ആട് എന്ന് പറഞ്ഞാൽ ആട്ടിന്റെ ഇറച്ചിക്ക് മട്ടൻ എന്ന് പറയും, ആട്ടിൻകുട്ടിക്ക് ലാമ്പ് എന്ന് പറയും. അങ്ങനെ സെലക്ട് ചെയ്യാം. അതൊരു എനിമലിനെ പോയി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ കേട്ടോ. 2, ലീൻ മീറ്റ് ഷുഡ് ബി ഫേം ഓഫ് പ്ലീസിംഗ് ഡൾ റെഡ് കളർ ഓഫ് എ ഫൈൻ ടെക്സ്ചർ. ഇനി നല്ല ഒരു മട്ടൺ അല്ലെങ്കിൽ ലാമ്പ് ആണെങ്കിൽ അതിന്റെ ആ മാംസത്തിന് ഷുഡ് ബി ഫേം ഓഫ് പ്ലീസിംഗ് ഡൾ റെഡ് കളർ, അതായത് എന്താണ്? പ്ലീസിംഗ് ആയിട്ടുള്ള റെഡ് കളർ ആയിരിക്കും. ഓക്കെ, ഒരു റെഡിഷ് കളർ ആയിരിക്കും, ഫൈൻ ടെക്സ്ചർ ആയിരിക്കും. ഇറ്റ് ഇസ് സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ബോഡിയുടെ സ്ട്രക്ചേഴ്സ്, മാംസത്തിന്റെ ഘടനയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഷുഡ് ബി റെഡ് ഇൻ കളർ. ഓക്കെ, ആൻഡ് ഫൈൻ ടെക്സ്ചർ. പിന്നെ അടുത്തത് എന്താണ്? ഫാറ്റിന്റെ കാര്യം. ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്. There should be an even distribution
ഓഫ് സർഫേസ് ഫാറ്റ് വിച്ച് ഷുഡ് ബി ഹാർഡ് ഇൻ ടെക്സ്ചർ. ഇനി എല്ലാ ഭാഗത്തും ആടിന്റെ എല്ലാ ഭാഗത്തും മട്ടൺ സൈഡിലെ എല്ലാ ഭാഗത്തും നമുക്ക് ഫാറ്റ് കാണാൻ പറ്റും. മീൻസ് ഒരുപാടല്ല, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെ നമുക്ക് ഫാറ്റ് കാണാൻ പറ്റും. പക്ഷെ ആ ഫാറ്റ് എന്താണ്, വളരെ ടൈറ്റ് ഹാർഡ് ടെക്സ്ചർ ആയിരിക്കും. ഹാർഡ് എന്ന് പറഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ ഹാർഡ് ആയിരിക്കും. സാധാരണ ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണല്ലേ. കൊഴുപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ എന്താ പറയാ, അത്ര ടെക്സ്ചർ അത്ര വലിയ ഹാർഡ് ആയിരിക്കില്ല. പക്ഷെ മട്ടന്റെ എന്തായിരിക്കും, അത്യാവശ്യം നല്ല ഹാർഡ് ആയിരിക്കും കേട്ടോ. ഇനി അതിന്റെ ബോൺ എന്ന് പറഞ്ഞാൽ എല്ല്. ഓക്കെ, the bone is pink and porous for young animal so that when it is cut, small amount of blood can be seen. Bone is pink and porous for young animal. ഉദ്ദേശിക്കുന്നത് എന്താണ്, ബോണിന്റെ കളർ പിങ്ക് ആയിരിക്കും. പിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ലൈറ്റ് പിങ്ക് ഒന്നും ഡാർക്ക് പിങ്കിഷ് കളർ ആയിരിക്കും. ഓക്കെ, ആ പിങ്ക് കളർ ഉണ്ടെങ്കിൽ അത് യങ് അനിമലാണ്, അതായത് കുറച്ച് ഇളം മീറ്റ് ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ്, ചെറിയ തരത്തിൽ ബ്ലഡ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് കട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. സ്ലൈഡ് കാണുക. സൈൻ ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് മട്ടൺ ലാംബ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എന്താണ്, ഗുഡ് ക്വാളിറ്റി അനിമൽ ഷുഡ് ബി കോമ്പാക്ട് ആൻഡ് ഈവൻലി ഫ്ലഷ്ഡ്. ഓക്കെ, നല്ല അനിമൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, നല്ല മട്ടൺ ആണെങ്കിൽ ഷുഡ് ബി കോമ്പാക്ട്ലി ഈവൻലി ഫ്ലഷ്ഡ്. ഉദ്ദേശിക്കുന്നത് എന്താണ്, കോമ്പാക്ട് ആയിരിക്കും, അതായത് ഒരുപാട് തടി ഉണ്ടാവത്തില്ല, ഈവൻലി ഫ്ലഷ്ഡ് ആയിരിക്കും, എല്ലാ ഭാഗത്തും മാംസം ഒരുപോലെ ഉണ്ടായിരിക്കും. പിന്നെ മീറ്റ് ഷുഡ് ബി ഫേം ഓഫ് പ്ലീസിംഗ് റെഡ് കളർ, അതായത് റെഡിഷ് കളർ ആയിരിക്കും. ടെക്സ്ചർ അതുപോലെ തന്നെ ടെക്സ്ചർ എന്തായിരിക്കും, ഫൈൻ ആയിരിക്കും. ഫൈൻ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ വേറെ കേടുപാടുകളൊന്നും ഇല്ലാത്ത ടെക്സ്ചറുകളായിരിക്കും, സ്മൂത്ത് ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഫാറ്റ് ആണ്. ഫാറ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും, പക്ഷെ എന്താണ്, ഫാറ്റ് ഹാർഡ് ആയിരിക്കും കേട്ടോ. നാലാമത്തെ എന്താണ്, ബോണ്, അതായത് എൽഭാഗം എവിടെയും കാണുന്നത് ഇത് പിങ്കിഷ് കളർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, അതവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ്, അതായത് ചെറിയ ചെറിയ രീതിയിൽ ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട്, നല്ലതാണ് അർത്ഥം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൈൻ ഓഫ് മട്ടൺ ക്വാളിറ്റി, സൈൻ ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് മട്ടൺ ഓർ ലാമ്പിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത്. അതായത് നമ്മൾ കട്ട്സ് ഓഫ് ഫിഷ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു, ഏതൊക്കെ കട്ട്സ് എന്ന് പഠിച്ചു. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വൊക്കേഷണൽ ടീച്ചേഴ്സിനോട് കൂടുതൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ മട്ടൺ മീറ്റിനെ കുറിച്ച്, മീറ്റ് കുക്കറിയിൽ നമ്മൾ വരുന്ന ആദ്യത്തെ മട്ടൻ്റെ കട്ട്സ് പഠിച്ചു. അതുപോലെ തന്നെ എങ്ങനെ ഒരു മട്ടൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും, ഗുഡ് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അസൈൻമെന്റുകളൊക്കെ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനിയുള്ള ഈ വീഡിയോ എല്ലാവരും കാണുക. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞിരിക്കും. എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.